RSP 5 സീറ്റുകളിലാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത്. ആ 5 സീറ്റുകളിലും ഇപ്രാവശ്യം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 5ാമത്തെ സീറ്റായ മട്ടന്നൂര്, അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച മട്ടന്നൂര് കോൺഗ്രസിന് വിട്ടു വന്നിട്ടുണ്ട്. അതിന് പകരം അവർക്ക് കൊടുത്തത് പയ്യന്നൂരാണ്. പക്ഷെ പയ്യന്നൂര് ഈ പ്രത്യേക സാഹചര്യത്തിൽ RSP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ സ്വതന്ത്രനായി മത്സരിക്കുന്ന C. കുഞ്ഞകൃഷ്ണന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് RSPയും UDFും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിലെ C. അനൂപ് ജേക്കബിന് പിറവവും, CMBക്ക് തിരുവനന്തപുരവും, KDP C. മാണി C. കാപ്പൻ മത്സരിച്ച് ജയിച്ച പാല അവർക്കും വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. RMPക്ക് വടകരയും, തൃണമൂൽ കോൺഗ്രസിന് C. PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. UDFന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കും. അങ്ങനെ 140 സീറ്റുകളുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന് കിട്ടിയ 95 സീറ്റുകളിൽ ഉള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ തീരുമാനിക്കും. സ്വതന്ത്രരെ പിന്താങ്ങേണ്ട മണ്ഡലം ഏതെല്ലാമാണെന്ന് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടി ഇന്ന് തീരുമാനിക്കും. എത്ര മണിക്കായിരിക്കും പെൻഡിംഗ് ഉണ്ട്? 55 സീറ്റുകൾ അല്ല, അത് ഇന്ന് തന്നെയാവും. ഇന്ന് തന്നെ എല്ലാം പൂർത്തിയാവും. അതെ, ഇന്ന് കൂടുതൽ 3. സുധാകരന്റെ കാര്യത്തിലാണ് തർക്കം എന്നുള്ള നിലയിലാണ്. അല്ല, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കില്ല. നിങ്ങൾ തന്നെ അതിന്റെ പരിഹാരം ചെയ്യും. നിങ്ങൾ ചെയ്ത് ഞങ്ങൾ എന്താ പറയണം? ഞങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങളോട് എല്ലാ ദിവസവും പറയും. അല്ല, എല്ലാ ദിവസവും ഞങ്ങളോട് എന്തിനു ചോദിക്കാം? അത് MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന നേതൃത്വമല്ല. എല്ലാ ദിവസവും നിങ്ങൾ ചോദിക്കുന്നത് എത്ര പ്രാവശ്യം? അല്ല, കേക്ക്, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. കേന്ദ്ര നേതൃത്വം അത് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങളോട് പറയാം. അല്ലല്ല, അതൊക്കെ കേന്ദ്ര നേതൃത്വം എടുക്കേണ്ട തീരുമാനം. അത് അവരാ എടുക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ. UDFന് എന്താണ് കണ്ണൂരിന്റെ കാര്യം? ഇത് MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാവുന്ന ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അല്ലെ ഞാൻ അല്ല അങ്ങനെ ചോദിക്കല്ലേ? VD സതീശനാണോ MP-മാരെ മത്സരിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്? ആണോ? KPCC പ്രസിഡന്റാണോ തീരുമാനിക്കുന്നത്? MP-മാരെ ഉന്നതരായ നേതാക്കളാണ്. അവര് ജനങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിൽ വന്നിരിക്കുന്ന ആളുകളാണ്. അവരെ അസംബ്ലിയിലേക്ക് മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ അല്ല, നിങ്ങൾ എനിക്ക് ഒരു ചോദ്യവും അതിന് ഉത്തരം പറയാൻ പ്രാപ്തനായ ആളല്ല ഞാൻ അതിന് മറുപടി പറയേണ്ട ആളല്ല. ദയവ് ചെയ്ത് ആ ചോദ്യം നിങ്ങൾ ചോദിക്കരുത്. ഞാൻ അതിന് പ്രാപ്തനായ ആളല്ല. ഞാനല്ല മറുപടി പറയേണ്ടത്. നിങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് ഇതെല്ലാം അറിയാലോ. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഉറപ്പായിട്ടുണ്ടാവില്ലേ? മുഴുവൻ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണ്ടേ? ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ? ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളല്ലേ? മാത്രമല്ല അവിടുത്തെ പ്രചരണ കാര്യങ്ങളെല്ലാം നടത്തണ്ടേ? ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നേരത്തെ തുടങ്ങിയതാണ്. നല്ല രീതിയിൽ UDF വലിയ ആത്മവിശ്വാസത്തോടെ പോകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം വൈകിയപ്പോൾ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് വ്യക്തിപരമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഇടയിലുള്ള തർക്കം കൊണ്ടല്ല വൈകിയതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൽഹിയിലെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് ഒരു ദിവസം വൈകിയത്. ഒരു ദിവസം 24 മണിക്കൂറിനകം അനൗൺസ് ചെയ്യപ്പെടേണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒരു ദിവസം കൂടി വൈകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം ഒരു തർക്കമല്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എത്ര പേര് കോൺഗ്രസിൽ തർക്കം അതുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകുന്നു എന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞത്? നിങ്ങളെല്ലാവരും അല്ല, കുറെ പേരെങ്കിലും അത് പറഞ്ഞത്. നിങ്ങൾക്കെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസ്, നിങ്ങൾക്ക് ഏറ്റവും വലിയ കലാപം നടക്കുന്ന എവിടെയാണ്? ഒരു കാലത്തും നടക്കാത്ത കലാപം CPM നടക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് മൈക്രോസ്കോപ്പിക് ലെൻസുമായിട്ട് നിങ്ങളിൽ കുറച്ചുപേര് കോൺഗ്രസ് എതിയാണ്. രാവിലെ തൊട്ട് തുടങ്ങും ഓരോ കാര്യം, ഇല്ലാത്ത കാര്യങ്ങൾ ആകാശത്ത് പറിച്ചുണ്ടാക്കി 2-3 ചാനലുകൾ കൈരളി നമുക്ക് മനസ്സിലാക്കുക CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ചാനലാണ്. അവർക്ക് അതേ പറ്റുള്ളൂ. അവർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അതുപോലെ നിങ്ങളാകല്ലേ എല്ലാവരും അങ്ങനെ ആകല്ലേ? നിങ്ങൾ കേരളത്തിൽ നടക്കുന്ന കലാപസമാനമായ അന്തരീക്ഷം ഏത് പാർട്ടിയിലാണ് നടക്കുന്നത്? ഏത് പാർട്ടിയില്ല? ഇനി കോൺഗ്രസിന്റെ കാര്യം നിങ്ങൾ എടുത്തു. നിങ്ങളുടെ മുതിർന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കുക. അതിൽ മുതിർന്ന ആളുകളിലൂടെ നിൽക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും കോൺഗ്രസിന്റെ സീറ്റ് വിഭജനം നടക്കുന്നതിനേക്കാൾ
നിങ്ങൾ നോക്കിക്കോ, 2001, 2006, 11, 16, 21 അതിനേക്കാൾ എത്ര സ്മൂത്ത് ആയിട്ടാണ് നടക്കുന്നത്. സമ്മതിച്ചോ? അങ്ങൊരു സീനിയർ മാധ്യമ പ്രവർത്തനല്ലേ, ഇതൊക്കെ കണ്ടിട്ടുള്ള ആളല്ലേ? ചോദിച്ചു ഇവരോടൊന്നും പറഞ്ഞു കൊടുക്കുക, പുതിയതായി വന്നവരോടൊക്കെ 11 കൊല്ലമൊക്കെ ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് എത്ര സ്മൂത്ത് ആയിട്ടാണ്. നിങ്ങളുടെ എന്തായിരുന്നു പണ്ട് ഇവിടത്തേക്ക് ആൾക്കൂട്ടം എന്ന് പറഞ്ഞത്? എന്തായിരുന്നു ആൾക്കൂട്ടം? ഇങ്ങോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുമായിരുന്നു? എത്ര സ്മൂത്തായിട്ട് എത്ര ഭംഗിയായിട്ടുമാണ് നടക്കുന്നത്. പിന്നെ ജനാധിപത്യ പാർട്ടിയല്ലേ, മറ്റേ പോക്കറ്റിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ലിസ്റ്റ് എടുത്തിട്ട് ഇതാണ് സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. അതിന്റെയൊക്കെയാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ഥാനാർത്ഥി എന്ന് വി ഡി സതീശൻ പോയിട്ട് യോഗത്തിലിരുന്നല്ലേ, KPCC പ്രസിഡന്റ് വന്ന് യോഗത്തിലിരുന്ന് ഇതാണ് സ്ഥാനാർത്ഥികൾ എഴുതിയെടുത്തോ എന്ന് പറയുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറഞ്ഞാൽ അതിന്റെ മെറിറ്റും ഡീമെറിറ്റും ചർച്ച ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവസാനം ഞങ്ങളൊരു സമന്വയത്തിലെത്തും. അങ്ങനെയാണ്. അല്ലാതെ അയാളുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥി, ഇയാളുടെ മകനോട് സ്ഥാനാർത്ഥിയാന്ന് പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന പറയുന്ന പാർട്ടിയല്ല. എന്നിട്ട് പോലും എത്ര ജനാധിപത്യ പ്രക്രിയ, ഉൾപാർട്ടി ജനാധിപത്യം എത്ര ഭംഗിയായിട്ട് നടക്കുന്നൊരു പാർട്ടിയാണ്. നിങ്ങൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. എന്നിട്ട് അപ്പുറത്ത് കിടക്കുന്ന ഏകാധിപത്യപരമായ സ്വഭാവത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തിനെതിരായിട്ടുള്ള കലാപസമാനമായ അന്തരീക്ഷത്തെ നിങ്ങൾ വിലയിരുത്തും. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, ടീം UDF. ഒരു അലോസരം ചർച്ചയ്ക്കിടയിലുണ്ടായോ? സീറ്റ് വിഭജനത്തിന്റെ ഇടയിൽ UDFന്റെ ഇടയിൽ ഒരു അലോസരം ഉണ്ടായോ? നിങ്ങൾ എന്തെല്ലാം വാർത്ത എഴുതി? ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും. നിങ്ങൾ പറഞ്ഞില്ലേ, പലരും വാർത്ത കൊടുത്തില്ലേ, ലീഗ് 5 സീറ്റ് കൂടുതൽ ചോദിക്കും. UDF വന്നാൽ ലീഗിന് അപ്രമാദിത്വം, ലീഗ് 5 സീറ്റ് കൂടുതൽ. ലീഗ് 1 സീറ്റ് കൂടുതൽ ചോദിച്ചില്ല. കോൺഗ്രസിനാണ് ഇപ്പോ 2 സീറ്റ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഈ മുന്നണി ലീഡ് ചെയ്യുന്ന കോൺഗ്രസിന് ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തൽക്കാലത്തേക്കാണെങ്കിലും അവർ 2 സീറ്റ് വിട്ടു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന് ബലം പ്രയോഗിച്ചെടുത്തൊന്നുമല്ല, 2 സീറ്റ് അവർ വിട്ടു വന്നിരിക്കുകയാണ് കോൺഗ്രസിന്. ഒരു അലോസരം നിങ്ങൾ എവിടെയെങ്കിലും UDFലെ ഒരു ഘടകകക്ഷി എവിടെയെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നോ? LDFൽ എത്ര വന്നു? UDF ടീം UDF എന്ന് പറഞ്ഞ ടീം UDF. ഇനി 2 കോൺഗ്രസിൽ ഞാൻ അഭിമാനത്തോടെ ഞാൻ KPCC പ്രസിഡന്റിനെയും ദേശീയ നേതൃത്വത്തെയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു, ഒരു കാലത്തും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ്. ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ഞങ്ങൾ അഭിമാനമാണ്, അവരാണ് ഞങ്ങളുടെ അസറ്റ് ഉള്ള പാർട്ടിയാണ്. അതിന് ഈ കഴിഞ്ഞ 5 പ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ട് അത്ര ഒരു അലോസരം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ കാര്യങ്ങൾ കാണുമല്ലോ, ഇപ്പോ ഒറ്റ വിഷയമാണല്ലോ, അത് ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ അതിന്റെ അകത്തൊരു ഫൈനാലിറ്റി വന്നു. അല്ല, ഞാനത് പ്രത്യേകമായിട്ട് പരാമർശിച്ചു. അദ്ദേഹത്തിന് അവരുടെ ഫോർവേഡ് ബ്ലോക്കിന് ചാത്തന്നൂർ സീറ്റ് കൊടുത്തു. അവര് പാർട്ടിയും അത് പരിശോധിച്ചതിന് ശേഷം അവിടെ കോൺഗ്രസ് മത്സരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു തിരിച്ചു തന്നു. തീർച്ചയായിട്ടും ഫോർവേഡ് ബ്ലോക്കിനോട് ശ്രീ ദേവരാജനോട് ഞങ്ങൾ നന്ദി പറയുന്നു. UDF എന്തായാലും അധികാരത്തിൽ വരുമ്പോഴും ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ഫോർവേഡ് ബ്ലോക്കിനോട് ഞങ്ങൾ പൂർണ്ണമായ നീതി പുലർത്തും. വാക്കാണ്. അല്ല, അതൊന്ന് അതിന്റെ ഡീറ്റെയിൽ രാജ്യസഭ തീരുമാനിക്കുന്ന ഞാനാണ്. ഞാൻ സീറ്റൊന്നും വാഗ്ദാനം ചെയ്തു. ഞാൻ ആർക്കും സീറ്റ് വാക്ക് കൊടുക്കാൻ ഞാനൊരാളുമല്ല.